നമസ്കാരം, ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. അപ്പം മുറിവിലെ പ്രധാന നായിക എന്നറിയാം. മുറിവിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ഒന്ന് പറയാം. അപ്ഡേറ്റുകൾ ഇപ്പോൾ ഈ ജൂൺ 14 റിലീസാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ഒന്ന് കാണുക. ആൻഡ് ഇതെല്ലാം ഫാമിലിക്ക് പറ്റിയൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ഒരു പെൺപിള്ളേരുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് വന്ന് കാണുക. പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞൊരു സൈക്കോ ത്രില്ലർ ആക്ഷൻ മൂവിയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ മുറിവിൽ തന്നെ എഴുതിയിട്ടുണ്ട് ദി സൈൻ ഓഫ് ദി സൈക്കോ. അതിപ്പോൾ നമ്മുടെ കുടുംബങ്ങളെന്നല്ല, നമ്മൾ പലരിലും, നമ്മൾ മനുഷ്യരിൽ എല്ലാവരിലും ഒരു സൈക്കോ ഉണ്ട്. അതാർക്കും അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ഓരോ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാവുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് ആവുന്നത്, എങ്ങനെയാണ്, അതെല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയും. അത് പക്ക ഒരു സൈക്കോ ത്രില്ലറിന് പേര് വന്നാലും ഒരു ഫാമിലി സിനിമ തന്നെയാണ്. അതെ അതെ, പക്ക ഒരു ഫാമിലി ഫിലിമാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരിലും ഒരു കണ്ടന്റ് ഉള്ള മൂവിയാണ്. എല്ലാവർക്കും ഒരു തോട്ട്സ് ഉണ്ട്. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ഒരു ഫിലിമിൽ വന്നപ്പം? അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ടീവ് ഉണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ആദ്യത്തെ മൂവിനേലും കുറച്ചുകൂടി വ്യത്യാസമാണ്. കാരണം എന്താ പറയുക, ഇപ്പോൾ ഒരു ടീച്ചർ ക്യാരക്ടറാണ്. അതിൽ തന്നെ എന്താ പറയുക, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. വ്യത്യസ്തത പുലർത്തുന്ന ഒരു ക്യാരക്ടറാണ്. അതെ അതെ, വ്യത്യസ്തതയുണ്ട്. പിന്നെ ഇതൊരു സന്ദേശമൊക്കെയുള്ള മൂവി തന്നെയാണല്ലോ കുറച്ച്. അതെ, എല്ലാവർക്കും ഒരു ഇതിൽ നിന്നൊരു എന്താ പറയുക ഫോട്ടോ ഉണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം ഇതിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തപ്പം എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെയൊക്കെയുള്ളൊരു അപ്ഡേറ്റ്സ് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും. ഡയറക്ടറായിട്ട് പക്ക നല്ലൊരു കംഫോർട്ടായിരുന്നു. വേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്കൊരു കംഫോർട്ട് സോണായിരുന്നു അവിടെ. വേറെ ബുദ്ധിമുട്ടുകളോ നെഗറ്റീവോ അങ്ങനെ നമുക്ക് മടുക്കുന്ന രീതിയിലൊന്നും ഉണ്ടായില്ല. എല്ലാവരും നല്ല ഫാമിലി ആയിട്ട്, നല്ല സപ്പോർട്ടീവായിട്ട്, എന്താ പറയുക, തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക, അതല്ല അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരിക. അത്രയും അടിപൊളിയായിരുന്നു സെറ്റ്. ഇതിപ്പം ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ചോദിക്കുകയാണ്, എനിക്കറിയാം ചിലപ്പോൾ ഒരു സ്പോയിലർ ആയിരിക്കാം, എന്നാലും ചോദിക്കുകയാണ്. സിനിമയുടെ ഡബ്ബിങ് വേളയിലൊക്കെ സിനിമ കണ്ടു. അപ്പോൾ സാധാരണ ഒരു പ്രേക്ഷക എന്നുള്ള ലെവലിൽ, ഒരു അഭിനേത്രി എന്നുള്ള ലെവലല്ല, ഒരു പ്രേക്ഷക എന്നുള്ള ലെവലിൽ എങ്ങനെയായിരിക്കും ഒരു സിനിമ? അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. കാരണം ഡബ്ബിങ്ങിൽ പോയാലും ഞാൻ എൻ്റെ ഭാഗങ്ങൾ മാത്രമേ ചെയ്യുന്നത്. അപ്പോഴും ഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. കാരണം ആ ടൈമിലാണ് നമ്മൾ ചെയ്യുമ്പോഴാണ് കഥാപാത്രത്തെ എന്താ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഡബ്ബിങ്ങിൽ ചെന്നപ്പോഴും ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ ഉണ്ടോ, ഇങ്ങനെയാണോ എന്നുള്ളൊരു സംഭവം എനിക്ക് വന്നു. ഇനിയിപ്പോൾ എനിക്കും നമ്മൾ പ്രേക്ഷകരുടെ എല്ലാവരുടെ ഒപ്പം വേണം എനിക്കും ഇരുന്ന് കാണാൻ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒപ്പം അവിടെ ഉണ്ടാവണം. റിലീസിൻ്റെ ദിവസം ഞങ്ങളും ഉണ്ടാവും. അവിടെ വെച്ച് കാണാം എന്താണ്. അപ്പം ഒരുപാട് പുതുമുഖങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ പുതുമുഖങ്ങളായിട്ട് വരുന്നവർക്ക് നമ്മുടെ ഒരു മെസ്സേജ് എന്താണ് ശരിക്കും? ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ, അല്ലെങ്കിൽ 1-2 സിനിമ ചെയ്തു എന്നുള്ള ഒരു ലെവലിൽ എന്തായിരിക്കും ഒരു അങ്ങനെ പറയുമ്പോൾ പുതുമുഖങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തുടക്കം ആണിത്. കാരണം ഏതൊരു സിനിമയാണെങ്കിലും അത് നമുക്കൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അതിൽ നമുക്ക് മാക്സിമം നമുക്ക് എന്തോരം വർക്ക് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. ഇതിലൂടെ പുതിയ പുതിയ വർക്കുകൾ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു തുടക്കം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമസ്കാരം. നമസ്കാരം. അപ്പം